മനസ്സിലാക്കാൻ നമ്മളൊക്കെ ഈ നമ്മുടെ ഒരു മാനുഷിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിനോട് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ മാനുഷിക പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് പെസഹ അനുഭവവും കർത്താവിന്റെ കുരിശുമരണവും രണ്ട് സംഭവങ്ങളാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും. കാരണം നമ്മൾ പെസഹ വ്യാഴാഴ്ച പോയിട്ടാണ് ഈശോ പെസഹ സ്ഥാപിക്കുന്നത്. പക്ഷെ മരിക്കുന്ന എന്താണ്? ദുഃഖവെള്ളിയാഴ്ചയാണ്, പിറ്റേ ദിവസമാണ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ 2 ദിവസത്തെ 2 സംഭവങ്ങളാണ്. അല്ല, ഈശോ ഒരു പൗരസ്ത്യ ദേശത്ത് ജീവിച്ച ആളാണ്. അവിടുത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഓരോ യാമങ്ങളും ആരംഭിക്കുന്നതിന് സമയമുണ്ട്. അപ്പം വൈകിട്ട് 6 മണിക്കാണ് 1-ാം യാമം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ സഭയില് റംഷ പ്രാർത്ഥനയുണ്ടെന്ന് പറയും, പ്രാർത്ഥന പറയും നിങ്ങളെ സർവ്വസഭയില്. അപ്പം 6 മണിക്ക് 1-ാം യാമം, 9 മണിക്ക് 2-ാം യാമം, 12 മണിക്ക് 3-ാം യാമം. പിന്നെ നമ്മളിവിടെ ഇവിടെ പറയുന്നില്ലേ, യോഹന്നാൻ പത്രോസുഹായും കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് അവിടുന്ന് സുഖപ്പെടുന്ന പറയുന്നില്ലേ, ഈശോ 4 യാമത്തിൽ നടന്നൊക്കെ പറയുന്നില്ലേ അല്ലേ? അപ്പൊ യാമങ്ങളുടെ കർത്താവ് പ്രാർത്ഥിക്ക് വരും. അപ്പൊ 1-ാം യാമത്തിൽ ആരംഭിച്ച പിറ്റേ ദിവസവും 6 മണിക്കാണ് സഭയുടെ രീതിയനുസരിച്ച് ദിവസം അവസാനിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ദുഃഖവെള്ളി പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും ദുഃഖവെള്ളിയുടെ യാമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഈശോ പെസഹ കുർബാന സ്ഥാപിച്ച് ഈശോ ചെയ്തു, അവിടെ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച് നേരെ ഗെത്സമനിലേക്ക് പോയി. അവിടെ ഈശോ പിടിക്കപ്പെട്ടു. നമുക്കറിയാം ഈശോ രാത്രിയിൽ എന്ത് ചെയ്തു? ഉറങ്ങുമായിരുന്നു ഈശോ രാത്രിയിൽ. എന്ത് ചെയ്യായിരുന്നു? ഈശോ അന്നാസിന്റെയും കയ്യാഫാസിന്റെയും ഹെറോദേസിന്റെയും പിലാത്തോസിന്റെയും അരമനയിൽ പോയി അവൻ വിധിക്കപ്പെടുകയാണ് അല്ലെ? അവൻ 4 കോടതി കയറിറങ്ങിയ രാത്രിയിൽ 1 സെക്കൻഡ് ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല അല്ലെ? വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ നടത്തി രാത്രി മുഴുവൻ നടത്തി. പിറ്റേ ദിവസം കൊണ്ടുവന്ന് 10 മണിയായപ്പോഴേക്കും കുരിശിൽ ഈശോ കിടന്ന് ഈശോ കൈവരിച്ച് മരിക്കുകയാണ്. അപ്പൊ ഈശോ അവിടെ കിടന്ന് ചിന്തിയ തിരുരക്തവും അടിച്ചപ്പോഴും മുന്നോട്ട് വെച്ചപ്പോഴും നടന്നപ്പോഴും ചിന്തിപ്പോയ മാംസ കഷ്ണങ്ങളും എല്ലാം ഈ കൃപയോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് മാനുഷിക രീതിയിൽ രക്തഹിതമായി അർപ്പിക്കുന്ന ബലിയും ഈശോ ചിന്തിയുള്ള ബലിയും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഈശോ അന്ന് അർപ്പിച്ച ആദ്യ ബലി തന്നെയാണ്. ആദ്യ കാലങ്ങളില് കുറെ സമയ ശേഷം ഈശോ മരിച്ച സ്ഥലത്തേക്ക് ഈശോ തന്നെ നോക്കിയപ്പോഴേക്ക് ശിശു ഒരുമിച്ച് കൂടി എത്തി വരുന്നു. അപ്പം മുറിക്കുമായിരുന്നു, അവര് പ്രസംഗം കേൾക്കുമായിരുന്നു, അവരൊരുമിച്ച് കൂടുമായിരുന്നു, അവർ വചനം വായിക്കുമായിരുന്നു. അങ്ങനെ ഈശോ ഒരുമിച്ച് പ്രാർത്ഥനയല്ലോ. അങ്ങനെ അത് ചൊല്ലിയും പ്രാർത്ഥിച്ചും അവർ രഹസ്യമായി മുമ്പോട്ട് പോയി. AD 125 സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുക. അതിനുശേഷം അല്പം കൂടെ ആ പ്രാർത്ഥന കൂടി. അതിനിടയ്ക്കാണ് സുനോസൊക്കെ വന്ന് സുനോസില് വിശ്വാസപ്രമാണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ക്രമേണ വർഷങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ കുർബാന സ്ഥാപിതമാകുന്നത്. മനസ്സിലായില്ലേ? അന്നുണ്ടായിരുന്ന ആ കൂട്ടായ്മ പിന്നെ കുർബാനയായിട്ട് മാറുകയാണ്.